ഇന്ന് സ്മാക്ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് WWE അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ കോഡി റോഡ്സ് ആൻഡ് സ്മാക്ഡൗൺ ജനറൽ മാനേജർ നിക്ക് ആൾഡിൻസ് ഇവരുടെ സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിൽ നിക്ക് ആൾഡിൻസ് പറയുന്നത് AJ സ്റ്റൈൽസുമായിട്ടുള്ള മാച്ച് നല്ല മാച്ച് ആയിരുന്നു എന്നും അതുകൂടാതെ വരാൻ പോകുന്ന കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് അതായത് സൗദിയിൽ നടക്കാൻ പോകുന്ന പേപ്പർ വ്യൂവിലെ കോഡി റോഡ്സിന് ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ച് ഇവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് സാധാരണ ക്വാളിഫിക്കേഷൻ മൂലം ചാമ്പ്യൻഷിപ്പ് മാച്ചിന് വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്ലേഴ്സ് ചാലഞ്ച് ചെയ്തിട്ട് ചാമ്പ്യൻഷിപ്പ് മാച്ചിന് വരാം, അല്ലെങ്കിൽ ചാമ്പ്യൻസ് തന്നെ തിരഞ്ഞെടുക്കാം. എന്നാൽ ഇപ്രാവശ്യം ഞങ്ങളാണ് നിനക്ക് വേണ്ടി മാച്ച് കണ്ടുവച്ചിട്ടുള്ളത് എന്നാണ് നിക്ക് ആൾഡിൻസ് പറഞ്ഞത്. പിന്നീട് ആരാണ് വരാൻ പോകുന്നത് എന്ന് കോഡി റോഡ്സ് നോക്കി നിൽക്കുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ ലോഗൻ പോൾ ആണ് അവിടെ വന്നത്. വന്നതിന് ശേഷം ലോഗൻ പോൾ കോഡി റോഡ്സ് ഇവരുടെ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ലോഗൻ പോൾ പറയുന്നത്, നിന്റെ കയ്യിലുള്ള WWE അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പ് ഞാൻ വിൻ ചെയ്ത് ഇപ്പോൾ US ചാമ്പ്യൻഷിപ്പ് ഫേമസ് ആക്കിയതുപോലെ, അല്ലെങ്കിൽ US ചാമ്പ്യൻഷിപ്പിൽ ഒരു ലോങ് ടൈം ചാമ്പ്യനായിട്ട് മുന്നോട്ട് പോകുന്നത് പോലെ നിന്റെ കയ്യിലുള്ള ചാമ്പ്യൻഷിപ്പും വിൻ ചെയ്ത് ഞാൻ മുന്നോട്ട് പോകും എന്നൊക്കെയാണ് ലോഗൻ പോൾ പറഞ്ഞത്. അതിന് മറുപടിയായിട്ട് കോഡി റോഡ്സ് പറഞ്ഞത്, നീ എൻ്റെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് ഒന്നും വിൻ ചെയ്യുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ നിന്നെ എനിക്കൊരു ഇരയായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. അതിനോടൊപ്പം നീ നന്നായി ഫൈറ്റ് ചെയ്യുന്ന ഒരു റെസ്ലറാണെന്നും തീർച്ചയായും ഞാൻ നിന്നെ തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നാണ് കോഡി പറഞ്ഞത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കോഡി റോഡ്സ് പറഞ്ഞത് താൻ ഇതേവരെയും ഗ്രാൻഡ് സ്ലാം ചാമ്പ്യൻ ആയിട്ടില്ല എന്നും അതിൻ്റെ കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാത്തത് കൊണ്ടാണെന്നും, എന്നാൽ ആ ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ നിന്റെ കയ്യിലുള്ളത് കൊണ്ട് ആര് വിൻ ചെയ്യുന്നോ അവർക്ക് 2 ചാമ്പ്യൻഷിപ്പ് കിട്ടും. ഈ ഒരു ടൈപ്പിലാണ് ഈ മാച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലോഗൻ പോൾ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും WWE അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പ് താൻ തന്നെ വിൻ ചെയ്ത് മുന്നോട്ട് പോകും, കോഡി റോഡ്സ് തോൽക്കും എന്നൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സെഗ്മെന്റ് മുഴുവനായിട്ടും കൊണ്ടുപോയിട്ടുള്ളത്. നെക്സ്റ്റ് സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഇവർക്ക് കോൺട്രാക്ട് സൈനിങ് സെഗ്മെന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അവസാനത്തിൽ കോഡി റോഡ്സ് നിന്റെ കയ്യിലുള്ള US ചാമ്പ്യൻഷിപ്പും ഞാൻ വിൻ ചെയ്ത് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. അതിനുശേഷം AJ സ്റ്റൈൽസിനെ ബാക്ക് സ്റ്റേജിൽ കാണിച്ചു. AJ സ്റ്റൈൽസ് കോഡി റോഡ്സിന്റെ കൂടെ മാച്ച് തോറ്റ കാര്യത്തെ പറ്റിയൊക്കെയാണ് പറഞ്ഞത്. അതിനോടൊപ്പം കിങ് ഓഫ് ദ റിംഗ് മാച്ചിന് താൻ പോകുന്നത് കൊണ്ട് തന്നെ കോഡി റോഡ്സുമായിട്ട് വീണ്ടും ഫൈറ്റ് ചെയ്യുമ്പോൾ കോഡി റോഡ്സിനെ തോൽപ്പിക്കും, ഈ ഒരു ടൈപ്പിലൊക്കെയാണ് പറഞ്ഞത്. അതായത് കിങ് ഓഫ് ദ റിംഗ് താനാണ് നേടാൻ പോകുന്നത്, ഈ ഒരു ടൈപ്പിലെല്ലാം. പിന്നീട് സ്മാക്ഡൗൺ ബ്രാൻഡിന്റെ ക്വീൻ ഓഫ് ദ റിംഗ് ഫസ്റ്റ് റൗണ്ട് മാച്ച് നടന്നു. നയ ജാക്സ് വേഴ്സസ് നയോമി, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. രണ്ടുപേരും നന്നായി പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ നയ ജാക്സ് നയോമിനെ ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ നയ ജാക്സ് ആണ് വിൻ ചെയ്തത്. ബാക്ക് സ്റ്റേജിൽ ബാരൺ കോർബൻ, കാർമെലോ ഹൈസ് ഇവരുടെ സെഗ്മെന്റും കാണിച്ചിരുന്നു. അപ്പോൾ അതിൽ ബാരൺ കോർബനെ കളിയാക്കുന്നത് പോലെയാണ് സംസാരിച്ചിട്ടുള്ളത്. അതായത് എപ്പോഴാണ് ഡ്രാഫ്റ്റായി വന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അതിനുശേഷം ബാരൺ കോർബൻ പറഞ്ഞത്, ബോബി ലാഷ്ലി ഈ ഒരു ടൂർണമെന്റിൽ നിന്നും മാറിയതുപോലെ നീയും മാറണമായിരുന്നു എന്നാണ്. അപ്പോൾ ഈ സെഗ്മെന്റ് കൊണ്ട് ഇത്രയാണ് ഉദ്ദേശിച്ചത്. പിന്നീട് ഇവരുടെ മാച്ചാണ് നടന്നത്. അതായത് സ്മാക്ഡൗൺ ബ്രാൻഡിന്റെ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെന്റിന്റെ ഫസ്റ്റ് റൗണ്ട്. അപ്പോൾ ഈ മാച്ച് ബാരൺ കോർബൻ വേഴ്സസ് കാർമെലോ ഹൈസ് ഇവർക്ക് തമ്മിലാണ് നടന്നത്. ഈ മാച്ച് നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. ഇവര് രണ്ടുപേരും അടിപൊളിയായിട്ട് ഈ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. മാച്ചിന്റെ അവസാനവും നന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ബാരൺ കോർബൻ എൻഡ് ഓഫ് ഡേ ചെയ്യാൻ നോക്കുമ്പോൾ കാർമെലോ ഹൈസ് അതിൽ നിന്നും എസ്കേപ്പ് ആയിക്കൊണ്ട് റോൾ പിൻ ചെയ്താണ് ഈ മാച്ചിൽ കാർമെലോ ഹൈസ് വിൻ ചെയ്തിട്ടുള്ളത്. അതായത് ബാരൺ കോർബനെ കൊണ്ടുവന്ന് പിൻ ചെയ്ത് വിൻ ചെയ്യുന്നത് പോലെയൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു നല്ല തീരുമാനമായിട്ട് എനിക്ക് തോന്നി. മൊത്തത്തിൽ നല്ല മാച്ചായിരുന്നു. കാർമെലോ ഹൈസ് ആണ് വിൻ ചെയ്ത് ഫസ്റ്റ് റൗണ്ടിലേക്ക് പോയത്. പിന്നീട് റാൻഡി ഓർട്ടൻ ബാക്ക് സ്റ്റേജിൽ സംസാരിക്കുന്നതായിട്ട് കാണിച്ചു. അപ്പോൾ റാൻഡി ഓർട്ടൻ പറഞ്ഞത് താൻ WWE ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ട്, അതായത് കിങ് ഓഫ് ദ റിംഗ് ഒഴികെ ബാക്കിയെല്ലാം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം കിങ് ഓഫ് ദ റിംഗ് തനിക്ക് വേണം. അതായത് ഈ ഒരു ടൈപ്പിലൊക്കെയാണ് റാൻഡി ഓർട്ടൻ സംസാരിച്ചിട്ടുള്ളത്. അതിനുശേഷം AJ സ്റ്റൈൽസ് ഒരു മികച്ച റെസ്ലറാണെന്നും AJ സ്റ്റൈൽസിനെ RKO ചെയ്യുക, ആ ഒരു കാര്യത്തെ പറ്റിയെല്ലാമാണ് റാൻഡി മെയിനായിട്ടും പറഞ്ഞത്. അവസാനം ബ്ലഡ് ലൈൻ ടീം തന്നോടും തൻ്റെ ഫ്രണ്ടായ കെവിൻ ഓവൻസിനോടും എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് താൻ മറന്നിട്ടില്ല എന്നും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് തന്നെ വരും, ഈ ഒരു ടൈപ്പിലൊക്കെയാണ് മൊത്തം ഈ സെഗ്മെന്റ് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നീട് ജേഡ് കാർഗിൽ വേഴ്സസ് പൈപ്പർ നിവിൻ ഇവർക്ക് തമ്മിലുള്ള ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെന്റിന്റെ ഫസ്റ്റ് റൗണ്ട് മാച്ച് നടന്നു സ്മാക്ഡൗൺ ബ്രാൻഡിന്റെ.
അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അത്യാവശ്യം നന്നായി തന്നെയാണ് ഈ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. മാച്ചിൻ്റെ അവസാനത്തിൽ ഒരു പമ്പ് കിക്ക് കൊടുത്തുകൊണ്ട് അതിനുശേഷം ഫിനിഷറും ചെയ്ത് ഈ മാച്ചിൽ ജെറ്റ് കാർഗിലാണ് വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ച് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുന്നത് പോലെ കാണിക്കാതെ പൈപ്പർ നിവിനും ഫൈറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഈ മാച്ചിൽ കിട്ടിയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ജെറ്റ് കാർഗിൻ്റെ ടാഗ് ടീം പാർട്ട്ണറായ ബിയാങ്ക ബെല്ലർ അവിടെ വന്നുകൊണ്ട് ബിയാങ്ക ബെല്ലർ വേഴ്സസ് കാൻഡീസ് ലോറെ ഇവർക്കൊരു സിംഗിൾസ് മാച്ച് നടന്നു. ആ മാച്ചും ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫസ്റ്റ് റൗണ്ട് മാച്ച് ആയിരുന്നു. അപ്പോൾ ഈ ഒരു മാച്ച് ആവറേജ് മാച്ച് ആയിട്ടാണ് തോന്നിയത്. വളരെ പെട്ടെന്ന് ഈ മാച്ച് അവസാനിച്ചു. ഈ മാച്ചിൽ ഇൻഡി ഹാർഡ്വെൽ അറ്റാക്ക് ചെയ്തുകൊണ്ട് കാൻഡീസ് ലോറയെ ഹെൽപ്പ് ചെയ്യുന്നത് പോലെയെല്ലാം കാണിച്ചുവെങ്കിലും ഒരു അവസരം കിട്ടിയപ്പോൾ KOD ഫിനിഷർ കാൻഡീസ് ലോറയെ ചെയ്ത് ഈ മാച്ചിൽ ബിയാൻക ബെല്ലറാണ് വിൻ ചെയ്ത് ടൂർണമെന്റ് മാച്ചിലേക്ക് ആഡ് ആയത്. പിന്നീട് പോൾ ഹേമൻ സോളോ സിക്കാവ ഇവരെ ബാക്ക് സ്റ്റേജിൽ കാണിച്ചു. അപ്പോൾ സോളോ സിക്കാവ പറയുന്നത് ബാക്ക് ക്ലാഷിൽ എന്തുകൊണ്ടാണ് ജെയുസോനെ നോക്കിപ്പോയത്, ജെയുസോക്ക് പോൾ ഹേമൻ എന്തെങ്കിലും സിഗ്നൽ കൊടുത്തതാണോ എന്നൊക്കെ. അതിനുശേഷം സോളോ സിക്കാവ പോൾ ഹേമനോട് പറയുന്നത് റസൽ മീനിയയ്ക്ക് ശേഷം താൻ റോമൻ റെയിൻസുമായിട്ട് സംസാരിച്ചു എന്നും റോമൻ റെയിൻസ് ആണ് തന്നെ ഈ ഒരു ഉത്തരവാദിത്തം എല്ലാം ഏറ്റെടുക്കാനായിട്ട് ആവശ്യപ്പെട്ടത്, അതുകൊണ്ട് പോൾ ഹേമൻ എന്നെ അനുസരിക്കേണ്ടതായിട്ട് വരും, ഞങ്ങളുടെ ആളാണ്, ഈ ഒരു ടൈപ്പിലൊക്കെ പറഞ്ഞുകൊണ്ട് പോൾ ഹേമനുമായി ഹഗ് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അപ്പോൾ റോമൻ പറഞ്ഞിട്ടാണ് സോളോ സിക്കാവ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിളായി പറയുകയാണെങ്കിൽ പച്ചക്കള്ളം. പിന്നീട് ടോമട്ടോങ്ക വേഴ്സസ് ഏഞ്ചലോ ഡോക്കിൻസ് ഇവർക്ക് തമ്മിൽ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെന്റിന്റെ ഫസ്റ്റ് റൗണ്ട് മാച്ച് നടന്നു. അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെയാണ് മുന്നോട്ട് പോയത്. മാച്ചിന്റെ അവസാനത്തോട് കൂടിയിട്ട് സോളോ സിക്കാവ റിങ്ങിൽ കയറിക്കൊണ്ട് ഏഞ്ചലോ ഡോക്കിൻസിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഏഞ്ചലോ ഡോക്കിൻസ് സോളോ സിക്കാവനെ അറ്റാക്ക് ചെയ്ത് റിങ്ങിന് പുറത്തേക്ക് ഇടും. ശേഷം മോണ്ടെക്സ് ഫോർഡ് ഇവരുടെ മേലേക്കെല്ലാം ജമ്പ് ചെയ്ത് അറ്റാക്ക് ചെയ്യും. എന്നിട്ട് ഏഞ്ചലോ ഡോക്കിൻസ് വിൻ ചെയ്യാൻ പോകുമ്പോൾ സോളോ സിക്കാവ എൻ്റെ ടോങ്ക ലോവ ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് മോണ്ടെക്സ് ഫോർഡിനെ അറ്റാക്ക് ചെയ്ത് സമോൺ സ്പൈക്ക് എല്ലാം ചെയ്യും. ഈ ഒരു അവസരം ഉപയോഗിച്ച് ടോമോട്ടോങ്ക ഏഞ്ചലോ ഡോക്കിൻസിനെ ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ടോമോട്ടോങ്കയാണ് വിൻ ചെയ്ത് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെന്റിന്റെ സെക്കൻഡ് റൗണ്ടിലേക്ക് പോയത്. പിന്നീട് സ്മാക്ക് ഡൗൺ മെയിൻ ഇവന്റായി നടന്നത് AJ സ്റ്റൈൽ ഫോഴ്സസ് റാൻഡി ഓർട്ടൻ ഇവർക്ക് തമ്മിലുള്ള കിങ് ഓഫ് ദ റിംഗ് ടൂർണമെന്റിന്റെ ഫസ്റ്റ് റൗണ്ട് മാച്ചാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇന്നത്തെ വേറെ ലെവൽ മാച്ചായിരുന്നു ഇവരുടെ മാച്ച്. AJ സ്റ്റൈൽസ് ആയാലും റാൻഡി ഓർട്ടൻ ആയാലും അടിപൊളിയായിട്ടാണ് ഈ മാച്ചിൽ പെർഫോമൻസ് ചെയ്തിട്ടുള്ളത്. ഈ മാച്ച് ഏകദേശം ഒരു 17-18 മിനിറ്റോളം ഈ മാച്ച് നടന്നിട്ടുണ്ട്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് ഇവർ റിങ്ങിന് പുറത്ത് പോയി ഫൈറ്റ് ചെയ്യുമ്പോൾ AJ സ്റ്റൈൽസ് ഒരു പ്ലാൻ ചെയ്യും, അതായത് കമന്ററി ടേബിളിന്റെ മുകളിൽ കൂടെ വന്ന് റാൻഡി ഓർട്ടനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ റാൻഡി ഓർട്ടൻ അത് റിവേഴ്സ് ചെയ്ത് AJ സ്റ്റൈൽസിനെ റിംഗ് സൈഡിലും അതുപോലെ തന്നെ കമന്ററി ടേബിളിന്റെ മുകളിലും കണ്ടിന്യൂസ് ആയിട്ട് എടുത്തടിക്കും. മാച്ചിന്റെ അവസാനത്തിൽ AJ സ്റ്റൈൽസ് റാൻഡി ഓർട്ടനെ ഫെനാമിനൽ ഫോറാം ചെയ്തുവെങ്കിലും റാൻഡി ഓർട്ടൻ അത് കിക്ക് ഔട്ട് ചെയ്തു. ശേഷം AJ സ്റ്റൈൽസ് റഫറിയുമായി പ്രശ്നമുണ്ടാക്കി. അവസാനം മറ്റൊരു അവസരം കിട്ടുമ്പോൾ സ്റ്റൈൽ ക്ലാഷ് ചെയ്യാൻ നോക്കും. എന്നാൽ റാൻഡി ഓർട്ടൻ എപ്പോഴത്തെയും പോലെ അതിൽ നിന്നും മാറിക്കൊണ്ട് AJ സ്റ്റൈൽസിനെ ആർക്കിയോ ചെയ്ത് ഈ മാച്ചിൽ റാൻഡി ഓർട്ടനാണ് വിൻ ചെയ്ത് സെക്കൻഡ് റൗണ്ടിലേക്ക് ആഡ് ആയത്. അതോടുകൂടി സ്മാക്ക് ഡൗൺ എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ ഇതാണ് സ്മാക്ക് ഡൗണിൽ നടന്നിട്ടുള്ളത്. ഇന്നത്തെ സ്മാക്ക് ഡൗൺ നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്. ഓപ്പണിംഗ് സെഗ്മെന്റ് ആയാലും ലാസ്റ്റ് നടന്ന മാച്ച് ആയാലും എല്ലാം അടിപൊളിയായിട്ടാണ് ഇന്നത്തെ സ്മാക്ക് ഡൗണിൽ പോയിട്ടുള്ളത്. റാൻഡി വേഴ്സസ് AJ സ്റ്റൈൽ മാച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്ലൂ റെഡ് ലവ് ഐക്കണിട്ട് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.